അരവണ പ്ലാന്റ് നമുക്ക് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യേണ്ടി വരും. ഒന്ന് ജസ്റ്റ് പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതല്ല. പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് മാസ്റ്റർ പ്ലാനിൽ ഒരു 39 കോടി രൂപയുടെ പ്രോജക്റ്റ് വേറെ ഉണ്ട് മാസ്റ്റർ പ്ലാൻ വരുമ്പോൾ. ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രശ്നം, കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അരവണ വളരെ കുറച്ചാണ് നിയന്ത്രിച്ച് കൊടുക്കേണ്ടി വന്നു. കാരണം അന്ന് ക്യാനും ശർക്കരയൊക്കെ കുറവായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് ഏപ്രിൽ മാസം മുതൽ തന്നെ ടെൻഡറൊക്കെ നടത്തി ശർക്കരയുടെ കാര്യത്തിലായാലും ഈ ലിഡിൻ്റെ കാര്യത്തിലായാലും ക്യാനിൻ്റെ കാര്യത്തിലായാലും കുറച്ചുകൂടി നമ്മൾ പ്രിപ്പയർഡായി ഏതാണ്ട് വൃശ്ചികം 1 ഈ വർഷം വൃശ്ചികം 1 തുറക്കുമ്പോൾ തന്നെ ഏതാണ്ട് 40 ലക്ഷം ടിൻ അരവണ ഞങ്ങൾക്ക് ബഫറായി നമ്മൾ വച്ചു. പക്ഷേ ഈ പ്രശ്നം നമ്മുടെ ഉൽപ്പാദനം 2,30,000-ആണ്. നമുക്ക് ഏതാണ്ട് 3-3.5 ലക്ഷം അരവണയ്ക്ക് ഡിമാൻഡ് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എത്ര ബഫർ സ്റ്റോക്ക് വെച്ചാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് പ്രശ്നമില്ല, എങ്ങനെയും ഞങ്ങൾ പരിഹരിച്ച് ഇതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ വരുന്ന വർഷങ്ങളിൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അരവണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാനിൽ ഒരു 30 കോടി രൂപയുടെ പുതിയ പ്ലാന്റിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ നമുക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അതിപ്പോൾ നമുക്ക് തൽക്കാലം ഈ മാസ്റ്റർ പ്ലാനിലെ അരവണ പ്ലാന്റുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും അത് ഇനിയും 4, 5, 6 വർഷമൊക്കെ എടുക്കും. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വരുന്ന വർഷം ഇത് പര്യാപ്തമല്ല. അപ്പോൾ അതിനു വേണ്ടി ഇത് വടക്ക് കിഴക്ക് മൂലയിൽ തിടപ്പള്ളി മര്യാദാ ഭാഗം എന്ന് പറയും. ആ തിടപ്പള്ളിയിലാണ് നമ്മളിപ്പോൾ അരവണ നിർമ്മിക്കുന്നത്. അതിനെ നമുക്ക് 21 ദണ്ടാണ്. നമ്മുടെ ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടാണ് 21 ദണ്ട്, അതായത് 58 മീറ്റർ. ഈ 58 മീറ്ററിനുള്ളിലാണ് നമ്മുടെ ഈ തിടപ്പള്ളി അരവണ വരുന്നത്, തിടപ്പള്ളി പ്രശ്നം വരുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ 2,20,30,000 മാത്രമേ നമുക്ക് ക്യാൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അവിടെ അതിൻ്റെ കൂടെ ഒരു 1 ലക്ഷം കൂടി അഡീഷണലായിട്ട് അതിനൊന്ന് ആഡ് ഓൺ ചെയ്യാൻ നമുക്കൊരു ഉദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് അടുത്ത വർഷം നമുക്ക് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ 2, 3, 4 ബോയിലറും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആഡ് ഓൺ മാത്രമാണ്, ഒരു ആഡ് ഓൺ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ഷോർട്ടേജ് വരും, നമുക്ക് പിടിച്ചേക്കാൻ പറ്റാതായിപ്പോൾ. മാത്രമല്ല അരവണ കുറച്ചുകൂടി ഉൽപ്പാദിപ്പിച്ച് കൈയുടനെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതിൽ കൂടി. മറ്റത് ബഫറായിട്ടൊക്കെ വെക്കേണ്ടി വരുന്നില്ലേ, അത് വേണ്ട. നമുക്ക് അപ്പം തന്നെ ഉൽപ്പാദിപ്പിച്ച് അപ്പം തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തേക്ക് മാറണം എന്ന് കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ നമ്മുടെ മുന്നിൽ വരുന്നത്. അത് തന്ത്രിയുടെ കൂടി നമ്മളൊരു പെർമിഷൻ വാങ്ങിയിട്ട് തന്ത്രിയുടെ കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആഡ് ഓൺ ചെയ്യുന്നു. ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മൾ ഈ വിഷയങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇതിലൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ അപ്പം ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥായിയായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിപ്പം മാസ്റ്റർ പ്ലാനും ഒക്കെ ആയിട്ട് വലിയ പ്രോജക്റ്റുകളാണ് നമ്മൾ അങ്ങനെ ആലോചിക്കേണ്ടത്. അതിന് നമുക്ക് മാസ്റ്റർ പ്ലാനിൽ ആലോചിക്കണം, ഹൈക്കോടതിയിലെ പെർമിഷൻ വാങ്ങണം, അതൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ചെറിയ വിഷയങ്ങളിൽ ഇപ്പോൾ പെട്ടെന്നൊരു പ്രതിസന്ധി വരുന്നു, അതിനിപ്പോൾ ഹൈക്കോടതിയുടെ പെർമിഷൻ വാങ്ങിയിട്ട് ചെയ്യാൻ നിന്നാൽ പിന്നെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ലേ. സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഡേ ടു ഡേ അഫയേഴ്സിൽ കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളൊരു അവകാശമില്ലേ? ഇതൊരു ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന ദൈനംദിനമായ കാര്യങ്ങൾ അതുപോലും നമുക്ക് തീരുമാനിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബോർഡിൻ്റെ നിലനിൽപ്പിന് ചെന്ന് ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ മാസ്റ്റർ പ്ലാൻ? ശരിക്കും ഇത് സത്യത്തിൽ ഇതൊരു ആഡ് ഓൺ മാത്രമാണ്. കാരണം ഇപ്പോൾ 2,30,000 പ്രൊഡക്ഷൻ. ഇത് ഇങ്ങനെ പോയാൽ നമുക്ക് ചിലപ്പോൾ അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ പ്രതിസന്ധി വരും. അപ്പോൾ അതിന് നേരത്തെ തന്നെ ബഫർ സ്റ്റോക്ക് നമ്മൾ പരമാവധി തുടങ്ങി, പക്ഷെ നിൽക്കുന്നില്ല. അതിനൊരു പെട്ടെന്നൊരു ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ദൈനംദിനമായ കാര്യങ്ങളാണത്. അതിനൊന്നും ഈ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സർക്കാരിൻ്റെ നിന്നും ഒരു അനുമതി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്ത്രിയുടെ ഒരു പെർമിഷൻ നമുക്ക് വാങ്ങണം. കാരണം തിടപ്പള്ളിയാണ്, ക്ഷേത്ര ഭാഗമാണ്. അപ്പം അതിന് പെട്ടെന്നൊരു പ്രതിസന്ധി വരുമ്പോൾ അതൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റില്ലേ? അങ്ങനെയൊന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുന്നത്?